സൂംബ ഇന്ന് കേരളം ചർച്ചയാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്താണ് സൂംബ? എന്തുകൊണ്ട് സൂംബ? ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ അവരുടേതായ ചില പ്രത്യേക കൾച്ചറൽ എലമെന്റുകളെല്ലാം ഉൾപ്പെടുത്തി അവതരിപ്പിച്ച ഒരു വിനോദം. പിന്നീട് കൊളംബിയൻ ഡാൻസറായിരുന്ന ആൽബർട്ടോ ബെറ്റോ പെരസ് 90കളിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ സൂംബയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് മുസ്ലിംകൾ ഇതിനെ എതിർക്കുന്നു? ഉത്തരമുണ്ട്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരത്തിനും മൗലികതയ്ക്കും അന്തസ്സിനും വിഘാതം സൃഷ്ടിക്കുന്ന ഒരു കലാരൂപമാണ് സൂംബ. ഇതിനുവേണ്ടി പ്രത്യേകമായ ഒരു സോങ് ആവശ്യമുണ്ട്. അതിൽ മ്യൂസിക് ഉണ്ടായിരിക്കണം എന്നതും നിർബന്ധമാണ്. പാട്ടുകൾ തന്നെ മോറൽ വാല്യൂസുകളെ പരിഗണിക്കുന്നതായിരിക്കണം എന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഇതിനെ ശക്തമായി എതിർക്കുന്നു. ലഹരി നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. വിദ്യാർത്ഥികളാണ് ഈ നീചവൃത്തിക്ക് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് എന്ന് കണക്കുകൾ പറയുന്നു. എന്താണ് പ്രതിവിധി? മദ്യഷാപ്പുകളുടെ എണ്ണം കൂട്ടലാണോ? പാട്ടുപാടി നൃത്തം ചവിട്ടലാണോ? ആധുനിക ശാസ്ത്രത്തെപ്പോലും അമ്പരപ്പിച്ച് ലഹരിക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകലാണോ? അല്ല. കുട്ടികൾ പലരും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത് പ്ലഷർ സീക്കിംഗ് പോലുള്ള പ്രത്യേകതരം അവസ്ഥകൾ കാരണമായിട്ടാണ്. അതുപോലും മനസ്സിലാക്കാതെയുള്ള ഇത്തരം പരിഷ്കാരങ്ങൾ തുഗ്ലക് എന്ന ലേബലിലേക്കാണ് പൊതുവിലും ചേർക്കപ്പെടുക. ഇന്ത്യ പോലൊരു രാജ്യത്ത് പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ഇമ്പോസ് കൾച്ചറൽ ഫാഷിസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ശക്തമായ അവയർനെസ് ക്ലാസുകൾ, നിയമപരമായ മുന്നറിയിപ്പുകൾ തുടങ്ങിയ ശാസ്ത്രീയ നീക്കങ്ങളിലൂടെ നമുക്ക് ഈ മഹാവിപത്തിനെ തുടച്ചു നിൽക്കാം. ഓർക്കുക, ഒരു ജനതയുടെ സംസ്കാരം അവരുടെ സ്വത്വത്തെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്.